ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി കപ്പിയും മത്തിയും കൂടി ഇട്ടിട്ട് വരട്ടി ഒരു പുഴുക്ക് പോലെ വെച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളെ വീട്ടിൽ ഇതുണ്ടാക്കിയപ്പോൾ ചട്ടിയിൽ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിത് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരപ്പെടുന്ന പോലെ ഒരു വീഡിയോ ആക്കി കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. തിന്നാൽ പൂതി തീരില്ല, നാക്കിൽ കപ്പലോടും. അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കപ്പ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അത് വെട്ടിയിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾ ഈ കൊച്ചു ചാനൽ കുക്കറിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കും. ഒരു 3-4 പൂള വേവുന്ന വരെ ഒരു 3-4 വിസലിട്ടോട്ടെ. പൂളക്ക് ചില പൂളക്ക് അധികം വേവുണ്ടാവില്ല, ചില പൂളക്ക് നല്ല വേവുണ്ടാവും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങളെ പൂള വേഗം വെന്തിക്കണം, വേവുന്ന പൂളയാണ്. ചില പൂള ഉണ്ടാവും എന്തായാലും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പൂള. അങ്ങനത്തെ പൂളയല്ല കേട്ടോ, ഇത് അടിപൊളി പൂളി കേട്ടോ. നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം. നമുക്കൊരു ചെറിയ ഉരുളി എടുത്തിട്ട് ഉരുളിയിലേക്ക് തക്കാളി, ഉള്ളി, മുളക്, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിടാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് പുളിവെള്ളം കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കട്ടോ. ഇത് നമ്മൾ മത്തി കറി ആക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചട്ടി ഗ്യാസിലേക്ക് വെക്കാം. നല്ല തിളക്കട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പൂളയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കറിയിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് വെക്കാം. നല്ലോണം വെട്ടി തിളച്ചാൽ നമുക്ക് മുറിച്ച് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ച് വേവിക്കാം. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മളെ കുക്കറിൽ വെന്ത പൂളൊന്ന് നോക്കാം. ആ പൂള ഫുള്ളും വെന്തിക്കും. കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ പറയുക, നല്ല പൊടിയുള്ള പൂളയാണ്. അപ്പോൾ നമ്മൾ മത്തിക്കറി ഇങ്ങനെ തിളച്ച് വരാണ്, നല്ല തിളയ്ക്കുന്നു. അത് തിളക്കട്ടെ കേട്ടോ. നമുക്കിത് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ പൂള ഇട്ട് കൊടുക്കാം. ഞാൻ ചട്ടി ഇറക്കിയിട്ടാട്ടോ വെച്ചത്. ഗ്യാസിൽ തന്നെ വെച്ച് എനിക്ക് പറ്റില്ല, നമുക്ക് ഞാൻ ഇറക്കി വെച്ച്. അങ്ങനെ നമ്മൾ ആ പൂളൊക്കെ ഇട്ട് നല്ല ഇളക്കി പിന്നെ എടുത്ത് ഗ്യാസിൻ്റെ മുകളിലേക്ക് തന്നെ കയറ്റി വെച്ച്. അപ്പോൾ നമ്മൾ മറ്റേ അടുപ്പിൽ വറവിടാനുള്ള ഐറ്റംസ് റെഡിയാക്കി. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കരിവേപ്പില ഇട്ട് പിന്നെ ചുവന്ന മുളക് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പൂളയൊക്കെ വെന്ത് സൂപ്പറായി അതിൻ്റെ തക്കായി കണ്ടാൽ തന്നെ മനസ്സിലാവും. തിന്നാൽ പൂതി തീരുകയാണ്, അത്രയും നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇപ്പം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഞങ്ങൾ ഉപ്പൊക്കെ പാകം കഴിഞ്ഞ് അതിനെക്കൊണ്ട് ഉപ്പിടണം. നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പി കാട്ടിത്തരാം. സൂപ്പറാ പറഞ്ഞാൽ സൂപ്പറാ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബായ്. ഓ കൊതി തീരും പൂളപ്പുഴുക്ക്.